സംസ്ഥാനത്തെ KSRTC TDF യൂണിയന്റെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് സമരാനുകൂലികൾ ബസ് തടഞ്ഞു. സമരക്കാരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. TDFന്റെ നേതൃത്വത്തിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബദൽ ഡ്രൈവർമാരെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്താനാണ് മാനേജ്മെന്റ് തീരുമാനം. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന്. സനൂപ്, പണിമുടക്ക് കാര്യമായി ബാധിച്ചോ? നിഷാദ്, TDFന്റെ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് TDF ഈ ഒരു ദിവസത്തേക്കുള്ള പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ബസ്സുകളൊക്കെ തടയുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കാര്യമായിട്ട് സർവീസുകളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഇന്നലെ 12 മണിക്ക് മുതൽ തന്നെ ചില ഡിപ്പോകളിൽ, പാപ്പനൂരടക്കമുള്ള ഡിപ്പോകളിൽ സ്വിഫ്റ്റ് ബസ്സുകളടക്കം തടഞ്ഞെങ്കിലും പിന്നീട് പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസുകളൊക്കെ സുഗമമായിട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് തമ്പാനൂരിൽ അല്പസമയം മുമ്പ് TDF പ്രവർത്തകർ ബസ് തടഞ്ഞത്. തുടർന്ന് പോലീസ് ഇടപെട്ട് DCP ഉൾപ്പെടെയുള്ള പോലീസുകാർ വന്ന് ഇവരെ അനുനയിപ്പിച്ച് മാറ്റുകയായിരുന്നു. തുടർന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് TDF പ്രവർത്തകർ മാർച്ച് നടത്തി. പലയിടത്തും വലിയ സംഘർഷപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബദലി ഡ്രൈവർമാരെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് ഈ പണിമുടക്കിനെ നേരിട്ടത്. സർക്കാർ ഡയസ്നോണും പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം? KSRTCയിൽ നമുക്ക് പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ശമ്പളമാണ്. ശമ്പളം കൃത്യമായിട്ട് 1-ാം തീയതി മാസാവസാനം ആദ്യത്തെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ശമ്പളം തരിക. അതുപോലെ തന്നെ DA തരിക. നമുക്ക് KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 1% പോലും DA ഇല്ലാത്ത കഴിഞ്ഞ 8.5 വർഷക്കാലമായി 1% പോലും DA ഇല്ല. ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് സമരം ചെയ്യുന്നത്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു അവകാശങ്ങൾക്കും വേണ്ടിയില്ല. ഞങ്ങളുടെ ശമ്പളം, ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയാണ് ശമ്പളം ചെയ്യുന്നത്. മന്ത്രിക്ക് ലഭിക്കുന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിക്ക് ശമ്പളം കിട്ടുന്ന ഡേറ്റാണ് മന്ത്രി പറഞ്ഞത്. KSRTCയിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഇതുവരെ 2 മന്ത്രിമാർ മാറി മാറി വന്നു, വിവിധ CMDമാർ മാറി മാറി വന്നു. പക്ഷേ KSRTCയിലെ ഒരു തൊഴിലാളിക്കും ഇന്ന് വരെ കൃത്യമായിട്ട് 30-ാം തീയതിയോ അല്ല 1-ാം തീയതിയോ അല്ല 5-ാം തീയതിയോ പോലും ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. സർവീസുകൾ പക്ഷേ കാര്യമായിട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഒരു പണിമുടക്ക് വിജയം പറയാൻ പറ്റുമോ? ഇല്ല, സർവീസ് കാര്യമായിട്ട് പോകുന്ന പറയുന്നത് കേരളത്തിലെ സകല എംപാനൽ തൊഴിലാളിയും ബദലി തൊഴിലാളികളെയും പിന്നെ KSRTC സ്വിഫ്റ്റ് കമ്പനിയിലെ ഡ്രൈവർമാരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ടാണ്. നമ്മളതിൽ വിഷ്വലുണ്ട്. സ്വിഫ്റ്റ് ഡ്രൈവർമാർ വണ്ടി ഓടുന്ന വിഷ്വലൊക്കെ നമ്മളതിലുണ്ട്. അവരെ വെച്ചാണ് സർവീസ് ഉണ്ട്. KSRTCയിലെ സ്ഥിരം ജീവനക്കാരായ പറയുന്നത് ഇതൊരു പക്ഷേ ലാഭത്തിലാക്കാൻ കഴിയില്ല, പക്ഷെ നഷ്ടമെങ്കിലും കുറയ്ക്കാൻ വേണ്ടി ഈ ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ഈ 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സാറേ, മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ചെയർമാൻമാർക്കോ CMDമാർക്കോ വകുപ്പ് മന്ത്രിമാർക്കോ കഴിയുന്നുണ്ട്. KSRTCയിൽ തൊഴിലാളികൾ മാസം 200-220 കോടിയോളം രൂപ എല്ലാ മാസവും കൊണ്ടുവന്നിട്ടും KSRTCയിലെ തൊഴിലാളിമാർക്ക് മാത്രം ശമ്പളം കൊടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്കോ മാനേജ്മെന്റിനോ കഴിയുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ നിരപരാധിത്വമാണ് തെളിയിച്ചത്. അവർക്ക് അവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല. സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല. സർക്കാർ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മാത്രമേ അവർക്ക് ശമ്പളം നൽകാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. ഈ മന്ത്രി പറയുന്നത് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു ഓർഡറുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം നടത്തുന്നത്, അല്ലാതെ ഈ ശമ്പളത്തിന്റെ വിഷയം എന്നാണ് മന്ത്രി ഇന്നലെയും പറയുന്നത്. എങ്ങനെ? അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാനേജ്മെന്റ് സമീപിച്ചു, പക്ഷെ ആ ട്രാൻസ്ഫർ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഈ സമരം എന്നാണ് പറയുന്നത്. ഞങ്ങള് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു ട്രാൻസ്ഫർ ഞങ്ങളുടെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ കേരളത്തിൻ്റെ നാനാ സൈഡുകളിലേക്ക് വനിതകൾ ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്തു. അത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിയും CMDയും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് പരിഹരിച്ചില്ല. പുതിയ മന്ത്രി വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു. ഞങ്ങളൊരു 10-20 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഞങ്ങൾ സമരം ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി അല്ലേ? ഞങ്ങളത് വീണ്ടും ഞങ്ങളെ ശമ്പളം എന്താ? അത് മൂടി വച്ചിട്ട് 16-ാം തീയതിയും 18-ാം തീയതിയും 20-ാം തീയതിയും ശമ്പളം കൊടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾ എത്ര വർഷം കൊണ്ട് സമരം ശമ്പളത്തിന് വേണ്ടി KSRTC ജീവനക്കാർ TDFന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുകയാണ്. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശമ്പളം കിട്ടുക എന്ന അടിസ്ഥാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരത്തോട് സർക്കാർ മുഖം തിരിക്കരുതെന്നാണ് അവരുടെ ആവശ്യം.